എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പവിത്രം സീരിയലിലെ ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അങ്ങനെ വിക്രമിന്റെ അച്ഛനും ഹൗസ് ഓണറുമായ അരവിന്ദനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അതേസമയം തന്നെ ഹൗസ് ഓണർ പറയുകയാണ്, എന്റെ മകൾ ആമിക്ക് അമ്മയുടെ ഒരു തരത്തിലുമുള്ള വാത്സല്യം കിട്ടിയിട്ടില്ല എന്ന്. അവൾക്ക് 2 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അവളുടെ അമ്മ മരിച്ചുപോയി. അതേസമയം മാഷ് ചോദിക്കുവാണ്, എന്തായിരുന്നു ഇടയ്ക്ക് വയറുവേദന എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കിയില്ല. ചിലപ്പോഴൊക്കെ ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ജോലിയുടെ തിരക്കു കാരണം കൂടി നടക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം അവൾക്ക് ബ്ലീഡിങ് വന്നു. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോ അവൾക്ക് 4th സ്റ്റേജ് കഴിഞ്ഞിരുന്നു. അങ്ങനെയാ കുടലിലെ ക്യാൻസർ എന്ന കാര്യം അറിഞ്ഞത്. അമ്മിമോളുടെ 2ാമത്തെ പിറന്ന നാളിന് സദ്യയൊക്കെ കഴിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ അപ്പോഴേക്കും അവൾക്ക് വയ്യാണ്ടായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു. അന്ന് വൈകുന്നേരമായതോടെ എല്ലാം കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഞങ്ങൾ ആമിമോളുടെ പിറന്നാൾ ആഘോഷിച്ചിട്ടേ ഇല്ല. സമയം മാഷു പറയുവാണ്, ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു, ഞാൻ അറിയാതെ ചോദിച്ചു പോയതാ. അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ ആരോടും ഈ കാര്യമൊന്നും പറയാറില്ല. സമയം മാഷു പറയുവാണ്, ഭാര്യമാരും മരിച്ചു പോയിട്ട് ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. അവരുള്ളപ്പോൾ നമ്മൾ വലിയ ആൾക്കാരെന്ന് തോന്നും. അവര് പോയി കഴിഞ്ഞാൽ പക്ഷെ അതിനുശേഷം നമ്മുടെ ജീവിതം ഇല്ലാതായ പോലെ തോന്നും. അതേസമയം അരവിന്ദനും പറയുന്നുണ്ട്, അത് ശരിയാണ്, ശരിക്കും വികലാംഗനായ പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. അവള് പോയപ്പോ ഞാൻ ജോലി ഉപേക്ഷിച്ചു. പക്ഷെ ഞാൻ എന്റെ ജോലി ഉപേക്ഷിച്ച് അവളെ നല്ല രീതിയിൽ ചികിത്സിച്ചിരുന്നെങ്കിൽ അവൾക്ക് ഇങ്ങനെ പറ്റത്തില്ലായിരുന്നു. വിഷമത്തോടു കൂടി തന്നെ വിക്രമിന്റെ അച്ഛനോട് പറയുവാണ്, എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ആമിമോളെ നല്ലൊരു വ്യക്തിയുടെ കയ്യിലേക്ക് പിടിച്ചേൽപ്പിക്കുക എന്നതാണ്. ഒരു കാര്യം ചെയ്താലോ, വിക്രമിന് വേണ്ടിയിട്ട് ആമിമോളെ ഒന്ന് ആലോചിച്ചാലോ. അരവിന്ദൻ പറയുന്നത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ആമി എത്തുകയാണ്. ഉടൻ തന്നെ മാഷു വല്ലാണ്ടായി പോകുവാണ്. അതേസമയം ആമി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ രണ്ടാളും കൂടെ ഒരു രഹസ്യം പറച്ചിൽ? അങ്ങനെയൊന്നും ഇല്ല. സമയം ആമി ചോദിക്കുകയാണ്, ആണോ? ശേഷം ആമി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് 2 പേർക്ക് ഞാനൊന്ന് ചായ എടുക്കട്ടെ എന്ന്. വേണ്ട, നമ്മൾ കുടിച്ചേ, ഈ ചായ തണുത്തു പോയി, മോള് പറ്റുമെങ്കിൽ ഒരു ചായ എടുക്ക്. അതിനുശേഷം അരവിന്ദൻ പറയുകയാണ്, ഷിനോട് ഞാൻ അവളുടെ കാര്യം പറഞ്ഞത് അവൾ കേട്ടു കാണുമോ എന്തോ ഒക്കെ പറഞ്ഞാൽ അവൾ എന്നോട് വഴക്കിടാൻ വരും. പക്ഷേ അരവിന്ദൻ പറയുന്നുണ്ടെങ്കിലും ആമിയുടെ മനസ്സിൽ വിക്രമിനോട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ട്. വിക്രമിനെ കണ്ടും അറിഞ്ഞും അവൾക്ക് ഒരുപാട് ഇഷ്ടമായി തുടങ്ങുകയാണ്. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ വിക്രം സ്കൂളിൽ നിന്ന് നേരത്തെ തന്നെ വന്ന് നിൽക്കുവാണ്. അപ്പോഴേക്കും ഷീല വന്നിട്ട് ചോദിക്കുവാണ്, എന്താ ഇരുന്ന് ബോറടിച്ചോ? അതേസമയം തന്നെ വിക്രമിന്റെ ഫോണിലേക്ക് തരുൺ വിളിക്കുന്നുണ്ട്. അതേസമയം തരുൺ ചോദിക്കുവാണ്, സ്കൂൾ വിട്ടോ? വിക്രം പറയുകയാണ്, സ്കൂള് വിട്ടോന്ന് എനിക്കറിയില്ല എന്ന്. അതേസമയം തരുൺ ദേഷ്യത്തോടെ ചോദിക്കുവാണ്, സ്കൂള് വിട്ടില്ലെന്നോ? തനിക്കറിയത്തില്ലേ അത്? താനിപ്പോ എവിടെയാ? വിക്രം പറയുകയാണ്, ഞാൻ വീട്ടിലാ. വീട്ടിലോ? തന്നോട് മോളുടെ കൂടെ എപ്പോഴും സ്കൂളിൽ തന്നെ ഉണ്ടാകണമെന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തിനാ താൻ വീട്ടിലേക്ക് വന്നു നിൽക്കുന്നത്? വീട്ടിൽ എന്താ പണി? വിക്രത്തിനോട് തരുൺ ചൂടാകുന്നുണ്ട്. വിക്രം പറയുകയാണ്, അല്ല സാറേ, മോള് പറഞ്ഞു വേണ്ടാന്ന്. മോള് പറഞ്ഞെന്ന് കരുതി താൻ അപ്പോ തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഞാൻ അവളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയില്ലേ അവിടെ നിർത്തിയിരിക്കുന്നത്. ഇവിടേക്ക് തന്നെ താൻ പെട്ടെന്ന് തന്നെ ചെന്നേക്ക് എന്ന് തരുൺ പറയുകയാണ്. അതേസമയം വിക്രം പറയുകയാണ്, ശരി സാർ, ഞാൻ ഇപ്പൊ തന്നെ പോയേക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടേക്ക് സ്കൂൾ വണ്ടി എത്തുന്നുണ്ട്. സ്കൂൾ വണ്ടിയിൽ നിന്ന് ഗൗരിമോള് ഇറങ്ങി വന്നിട്ട് ചോദിക്കുവാണ് വിക്രമിനോട്, ഇയാൾ ഇതുവരെയായിട്ടും പോയില്ലേ? എന്താ എന്ന് ചോദിക്കും. തരുണിന്റെ അമ്മ വന്ന് ചോദിക്കുവാണ്, എന്താ സ്കൂൾ വിടുന്നതിന് മുൻപേ താൻ ഇങ്ങോട്ടേക്ക് വന്നത്? അല്ല, മോളവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതേസമയം തരുണിന്റെ അമ്മ പറയുവാണ്, തരുൺ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകുമോ എന്തോ സ്ഥിതി. അതിനുശേഷം വിക്രം പറയുകയാണ്, സാറിനെ വിളിച്ചിരുന്നു, പറഞ്ഞോട് ഈ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതേസമയം നിന്നെ ഗൗരിമോൾ പറയുവാണ്, ഓ അപ്പോ നാളത്തോട്ട് താൻ ഇനി എന്റെ കൂടെ തന്നെ ഉണ്ടാകും അല്ലേ? അങ്ങനെ ചോദിച്ചുകൊണ്ട് ഗൗരിമോൾ അകത്തേക്ക് പോകുവാണ്. അതേസമയം വിക്രമിന്റെ ചിരിയൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ തരുണിന്റെ അമ്മയും ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ ഷീല വിക്രമിന് വേണ്ടി ചായ എടുത്തോണ്ട് പോകുമ്പോ വേറെ വേലക്കാരൻ പറയുകയാണ്, എന്തിനാ നേരത്തെ ഒരു ചായ കൊടുത്തതല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാ ഇപ്പോ വീണ്ടും കൊണ്ടു കൊടുക്കുന്നത്? അതേസമയം ഷീല പറയുവാണ്, നേരത്തെ ഒരു കട്ടനാ കൊടുത്തത്, ഇപ്പോ പാല് കിട്ടിയതിന് ശേഷമാണ് ഞാനൊരു ചായ ഇട്ട് കൊടുക്കുന്നത്. ചായയുമായിട്ട് ഷീല വിക്രമിന്റെ അടുത്തേക്ക് എത്തുവാണ്. അതേസമയം വിക്രം ചോദിക്കുവാണ്, എനിക്ക് നേരത്തെ ചായ തന്നതാണല്ലോ, നേരത്തെ ഞാൻ കട്ടനല്ലേ ഇട്ട് തന്നത്, ഇപ്പൊ ഇത് പാൽ ചായയാ, ശരിക്കും നിങ്ങളുടെ പേരെന്താ? ഷീല ചോദിക്കുമ്പോ വിക്രം പറയുകയാണ്, വിശ്വനാഥൻ എന്നാണ് എന്റെ പേര്. അതേസമയം തന്നെ ഷീല പറയുവാണ്, എന്റെ പേര് ഷീല എന്ന, ശരിക്കുമുള്ള പേര് ലജ എന്ന. ഇക്കാര് ലജ എന്ന് വിളിച്ച് അത് ഷീലയായി മാറി. പഴയ പേരായിരുന്നെങ്കിൽ ഷീലയും വിശ്വനാഥനും ചേർച്ചുള്ള പേരായിരുന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ്. വിക്രത്തിന് അതേസമയം മനസ്സിലാകുവാണ് വേലക്കാരിയുടെ നോട്ടം എന്താണെന്ന്. അവനോട് അടുത്ത് തന്നെ നിൽക്കുവാണ് ഷീല. അങ്ങനെ ഷീല ഓരോ വിശേഷങ്ങളായിട്ട് പറയുവാണ്. ശരിക്കും നിങ്ങൾക്ക് എന്തായിരുന്നു ജോലി എന്ന് ചോദിക്കുമ്പോ വിക്രം ചോദിക്കുവാണ്, എന്താ? അല്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടിയാ.
ഇവിടുത്തെ മേഡത്തിനെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള അത്ര വിശ്വാസമുള്ള ആളുടെ കയ്യിൽ മാത്രമേ അവളെ ഏൽപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. സമയം വിക്രം പറയുകയാണ്, ഞാൻ പോലീസിലായിരുന്നു. പോലീസിലോ? ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം തരേണ്ടി വരുമെന്ന് പറയുവാണ്. ഇതിനൊക്കെ പറഞ്ഞ് ഷീലയെ വിക്രം പേടിപ്പിക്കുന്നുണ്ട്. ഷീല അങ്ങനെ പേടിച്ച് നിൽക്കുവാണ്. വിക്രം ചാരി നിന്ന് ചായ കുടിക്കുവാണ്. ഈ സമയം ഗൗരിമോള് ജനലിലൂടെ വിക്രമിനെ വരയ്ക്കുന്നുണ്ട്. പൊട്ടി ചിരിക്കുവാണ് ഗൗരിമോള്. അങ്ങോട്ടേക്ക് ചായയുമായി എത്തിയ തരുണിന്റെ അമ്മ ചോദിക്കുവാണ്, എന്താ മോളെ അങ്ങോട്ട് നോക്കിക്കേ അച്ഛമ്മേ, ശരിക്കും അയാളെ പോലെയല്ലേ ഇത് തോന്നുന്നതെന്ന് ചോദിക്കുമ്പോ വിക്രമിനെ ചൂണ്ടി കാണിച്ചിട്ടാണ് കുട്ടി ചോദിക്കുന്നത്. അതേസമയം തരുണിന്റെ അമ്മ പറയുമ്പോൾ ശരിക്കും അയാളെ പോലെയൊന്നും ഇരിക്കുന്നത്, സൂക്ഷിച്ചു നോക്കിക്കേ, അത് തന്നെ. മോൾ തൽക്കാലത്തേക്ക് ഈ പാലൊന്ന് കുടിക്ക് എന്ന് തരുണിന്റെ അമ്മ പറയുകയാണ്. ഈ സമയം ഗൗരിമോള് പറയുവാണ്, ഞാൻ പാല് കുടിക്കത്തില്ല, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പാല്. ഈ പാല് കുടിച്ചില്ലെങ്കിൽ ഞാൻ ആ ചെമ്പുകത്തിനെ ഉടൻ തന്നെ വിളിക്കും. മുഖം വന്നിട്ട് മുളപ്പിച്ച് വിളി. ഈ സമയം തരുണിന്റെ അമ്മയുടെ ഫോണിലേക്ക് വേദ വിളിക്കുവാണ്. ഇത് ചോദിക്കുവാണ്, അമ്മേ എങ്ങനെയുണ്ട് അയാൾ? മോളെ അയാൾ പാവമാണെന്നാ തോന്നുന്നേ. അയാൾ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്നത് കാണാം. ഈ പാവത്തിനൊക്കെ പിടിച്ച് ബോഡി ഗാർഡ് വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ മോളെ? അങ്ങനെ തരുണിന്റെ അമ്മ ചോദിക്കുമ്പോ വേദ ആണോ അമ്മേ? ഈ സമയം ഗൗരിമോള് ഫോൺ പിടിച്ച് വാങ്ങി സംസാരിക്കുവാണ്. അമ്മയെ പാവമൊന്നും അല്ല, ചെമ്പുകനാ അത്, ചെമ്പുകൻ പാവമാണെന്ന് അച്ഛമ്മ വെറുതെ പറയുന്നതാ. ആണോ? അച്ഛമ്മ പറഞ്ഞല്ലോ പാല് കുടിച്ചില്ലെങ്കിൽ ചെമ്പുകൻ എന്നെ വിടുമെന്ന്. അങ്ങനെയൊന്നുമില്ല, പറഞ്ഞോളാം ചെമ്പുകനോട്. ഈ സമയം ഗൗരിമോള് ചോദിക്കുകയാണ്, പറയോ അമ്മ, പറയോ? ആ അമ്മ പറഞ്ഞോളാം. ഞാൻ ഈ ഫോൺ ചെമ്പുകന്റെ കയ്യിലേക്ക് കൊടുക്കട്ടെ എന്ന് ചോദിക്കുവാണ്. ഫോൺ അങ്ങോട്ട് കൊണ്ട് കൊടുക്കട്ടെ, അമ്മ ചെമ്പുകനോട് പറയോ? പിന്നെന്താ, മോൾ ചെമ്പുകന്റെ കയ്യിലേക്ക് ഫോൺ കൊണ്ട് കൊടുക്ക്. അപ്പോഴേക്കും മോള് ഫോൺ കൊണ്ടുവന്ന് അവന്റെ കയ്യിലേക്ക് കൊടുക്കുവാണ്. ചെമ്പുക എന്ന് വിളിച്ചും കൊണ്ട് അമ്മ സംസാരിച്ചു എന്ന് പറയുവാണ് ഗൗരിമോള്. അങ്ങനെ വിക്രമിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ പോകുന്ന സമയത്ത് വേദയുടെ റൂമിലേക്ക് ഒക്കെ കയറി വരുന്നുണ്ട്. സമയം അവിടുത്തെ സ്റ്റാഫ് ഒന്ന് പറയുവാണ്, റവന്യൂ മിനിസ്റ്റർ വന്നിട്ടുണ്ട് മാഡം എന്ന്. മോളെ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വേദ ഫോൺ കട്ട് ചെയ്യുവാണ്. അതേസമയം വിക്രമിനും വേദിക്കും സംസാരിക്കാനാകാതെ നിൽക്കുവാണ് അവര്. അങ്ങനെ അവർക്ക് ഒന്നും സംസാരിക്കാൻ വേണ്ടി പറ്റിയില്ല. അതിനുശേഷം മോൾക്ക് പാല് കൊടുക്കുവാണ്. പാല് വേണ്ടാന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട് ഗൗരിമോള്. അതേസമയം വിക്രം പറയുവാണ്, പാല് കുടിക്കുക. ഗൗരിമോൾക്ക് ചെമ്പുകൻ പറയുന്നത് പോലെ തോന്നി വിക്രം പറയുന്നത് കേട്ടപ്പോ. പേടിച്ച് ആ പാല് വേടിച്ച് കുടിക്കുവാണ് ഗൗരി. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ ആമിയും അരവിന്ദനും മാഷുമായിട്ട് ചീട്ടുകളി കളിക്കുവാണ്. അതേസമയം മാഷു പറയുവാണ്, എനിക്ക് ഇതിലൊന്നും വലിയ അറിവില്ല, ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ ആമി പറയുവാണ്. വിക്രം വരുന്നത് കണ്ടിട്ട് ആമി വിക്രമിനെ ചെന്ന് വിളിക്കുവാണ്. മാഷ് ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം ആമി ചോദിക്കുവാണ്, എങ്ങനെയുണ്ട് മേയ്ക്കൽ? അതേസമയം വിക്രം ചോദിക്കുവാണ്, മേയ്ക്കലോ? ആ, കൊച്ചിനെ മേയ്ക്കാൻ വേണ്ടി പോയതല്ലേ. അതേസമയം മാഷിനോട് വിക്രം പറയുകയാണ്, പ്രതീക്ഷിച്ച അത്ര കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ കുട്ടിക്ക് എന്നെ അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാ തോന്നുന്നേ. ആ കുട്ടിയെ കൺട്രോൾ ചെയ്യാൻ പോയ വ്യക്തിയാണ് എന്ന നിലയിലാണ് എന്നെ കാണുന്നത്. എന്റെ ബുദ്ധിമുട്ട് ആ കുട്ടിക്കുണ്ട്, ആണോ മോനെ എന്ന് മാഷ് ചോദിക്കുവാണ്. അച്ഛൻ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. എന്തായാലും ക്രൂ സാർ പറഞ്ഞതല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് ദിവസം നോക്കിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒഴിവ് പറഞ്ഞ് ഇവിടുന്ന് മാറാമല്ലോ. സമയം മാഷ് പറയുവാണ്, അത് നീ അവരോട് കറക്റ്റായിട്ട് പറയണം കേട്ടോ. ഞാൻ പറഞ്ഞോളാം. നാളെ ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. ആണോ? അപ്പൊ അവിടെ ഗസ്റ്റ് ഹൗസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നും കാണുന്നില്ല. പിന്നെ വീട്ടിൽ താമസിക്കേണ്ടി വരുമോ? ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. എനിക്കിതിൽ വലിയ തൃപ്തിയൊന്നുമില്ല. മാഷ് പറയുമ്പോ വിക്രം പറയുകയാണ്, അച്ഛൻ വിഷമിക്കണ്ട, അച്ഛൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റൂല എന്നൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. അച്ഛൻ ഒറ്റയ്ക്കാകുമല്ലോ എന്നൊരു വിഷമം. ഇതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് നീ വിഷമിക്കണ്ട. എനിക്ക് വാ, നമുക്കൊരു കളി കളിക്കാം എന്ന് ആമി പറയുകയാണ്. ഈ സമയം വിക്രം പറയുകയാണ്, എനിക്ക് കളിക്കാനൊന്നും സമയമില്ല, കാർഡ്സ് കളിയിൽ എക്സ്പെർട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ വിക്രം പറയുകയാണ്, എനിക്ക് എനിക്ക് വിശക്കുന്നു നന്നായിട്ട്, ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ എന്ന് പറയുവാണ്. എന്ന് കഴിക്കാം എന്ന് ആമി പറയുമ്പോൾ വിക്രം പറയുകയാണ്, വേണ്ട, ഞാൻ അവിടെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുവാണ്. അത് മാഷ് പറയുവാണ്, പിന്നെ ഞാൻ കറി തന്നേക്കാം. വേണ്ട, അത് സാരമില്ല മാഷ് പറയുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിച്ച് അവസാനിപ്പിച്ച് വിക്രമും മാഷും നിന്ന് പോകുവാണ്. അരവിന്ദനും അമ്മിയും അവരെ നോക്കിയിരിക്കുവാണ്. ഇത്രയൊക്കെയാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.